ഹായ് എവരിവൺ, ഐ+ന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. 2025 ഡിസംബറിലെ PSCയുടെ കലണ്ടർ റിലീസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റുകളിലൊന്നാണ് വെൽഫെയർ ഓഫീസർ ഗ്രേഡ് 2. അതിന്റെ കൺഫർമേഷൻ കൊടുക്കേണ്ട ഡേറ്റ് 22/9/2025 മുതൽ 11/10/2025 വരെയാണ്. ഈ ഡിസംബർ മാസം കലണ്ടറിൽ അനൗൺസ് ചെയ്തിരിക്കുന്ന പോസ്റ്റുകൾക്കെല്ലാം ഇതേ കൺഫർമേഷൻ ഡേറ്റ് തന്നെയാണ്. 11/10/2025 മുമ്പ് തന്നെ നിങ്ങൾ നിങ്ങളുടെ കൺഫർമേഷൻ കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്യുക. ഓക്കെ ആണല്ലോ. എക്സാമിനേഷൻ ഡേറ്റ് വരുന്നത് 2025 ഡിസംബർ 2-ാം തീയതിയാണ്. അപ്പോൾ ഡിസംബർ 2-നാണ് വെൽഫെയർ ഓഫീസർ ഗ്രേഡ് 2-ന്റെ എക്സാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. സിലബസിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. തൊട്ട് മുൻപ് നടന്ന വെൽഫെയർ ഓഫീസർ ഗ്രേഡ് 2 എന്ന് പറയുന്ന പോസ്റ്റിന്റെ നേരത്തെ അനൗൺസ് ചെയ്യുന്ന സിലബസിൽ നിന്ന് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. വ്യത്യാസം വന്നിരിക്കുന്ന മൊഡ്യൂൾസിന്റെ പേരിൽ വ്യത്യാസമുണ്ട്, കണ്ടൻസിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഉടനെ തന്നെ അനൗൺസ് ചെയ്യാം. അതുപോലെ തന്നെ ഐ+ന്റെ അഫോർഡബിൾ ആയിട്ടുള്ള ക്ലാസ്സുകൾ, കോംപ്രിഹെൻസീവായ നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങളുടെ ഒരു പഠിത്തം മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ ഐ+ന്റെ വെൽഫെയർ ഓഫീസറിന്റെ അവൈലബിൾ ആണ്. ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനും മറ്റു വിവരങ്ങൾക്കുമായിട്ട് നമ്മുടെ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, കോൺടാക്ട് നമ്പർ കോൺടാക്ട് ചെയ്യുക. മാറി വന്ന സിലബസിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓരോ മൊഡ്യൂൾ വൈസ് ആയിട്ട് 10 മൊഡ്യൂളായിട്ട് 10 മാർക്ക് വെച്ചിട്ടാണ് നമ്മുടെ ഈ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. അതിൽ തന്നെ ഓരോ മൊഡ്യൂളും ഫൗണ്ടേഷൻസ് ആൻഡ് എവല്യൂഷൻ ഓഫ് സോഷ്യൽ വർക്ക് എന്നുള്ള ഫസ്റ്റ് മൊഡ്യൂൾ, ഹിസ്റ്ററി ആൻഡ് ഫിലോസഫി ഓഫ് സോഷ്യൽ വർക്ക് എന്നുള്ളതായിരുന്നു മുൻപ് ഉണ്ടായിരുന്ന സിലബസിലെ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. കണ്ടൻസിൽ കുറെ സിമിലാരിറ്റീസ് ഒക്കെ ഉണ്ട്, എന്നിരുന്നാലും വ്യത്യാസങ്ങളുണ്ട്. അതുപോലെ തന്നെ ഓർക്കേണ്ട മറ്റൊരു കാര്യം, ജനറൽ ടോപ്പിക്കുകളെല്ലാം ഒഴിവാക്കി എന്നുള്ളതാണ്. മുൻപുണ്ടായിരുന്ന സിലബസിൽ പാർട്ട് 1, പാർട്ട് 2 എന്ന് പറയുന്ന 2 സെക്ഷനായിട്ടായിരുന്നു. പാർട്ട് 1-ൽ ജനറൽ ടോപ്പിക്കൽ റിനേസൻസും കോൺസ്റ്റിറ്റ്യൂഷനും മറ്റു കാര്യങ്ങളൊക്കെ ചേർന്ന് ഒരു ജനറൽ പാർട്ട്, GK ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ജനറൽ പാർട്ട് ഉണ്ടായിരുന്നു. ആ പാർട്ട് മൊത്തത്തിലെടുത്ത് മാറ്റിയിട്ടുണ്ട്. പൂർണ്ണമായിട്ടും സോഷ്യൽ വർക്കുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് മാത്രമാണ് ഇത്തവണത്തെ വെൽഫെയർ ഓഫീസറിന് വേണ്ടിയിട്ട് അനൗൺസ് ചെയ്തിരിക്കുന്ന സിലബസിലുള്ളത്. അതിൽ തന്നെ 10 മൊഡ്യൂളിന് 10 മാർക്ക് വീതം വെയിറ്റേജ് കൊടുത്ത് അങ്ങനെ 100 മാർക്കാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ഓരോ മൊഡ്യൂളിന്റെ പേര് നോക്കാം. ഫൗണ്ടേഷൻസ് ആൻഡ് എവല്യൂഷൻ ഓഫ് സോഷ്യൽ വർക്ക് എന്നാണ് ഒന്നാമത്തെ മൊഡ്യൂൾ. വർക്കിംഗ് വിത്ത് ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ നേരത്തെ സിലബസിൽ സോഷ്യൽ കേസ് വർക്ക് എന്ന് കിടന്ന ആ മൊഡ്യൂളാണ്. അടുത്ത വർക്കിംഗ് വിത്ത് ഗ്രൂപ്പ്സ്, സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് എന്നാണ് നേരത്തെ ഉണ്ടായിരുന്നതിന്റെ പേര്. അതുപോലെ വർക്കിംഗ് വിത്ത് കമ്മ്യൂണിറ്റീസ് 4ാമത്തെ മൊഡ്യൂളായിട്ടുണ്ട്. സോഷ്യൽ വർക്ക് അഡ്മിനിസ്ട്രേഷൻ 5ാമത്തെ മൊഡ്യൂളാണ്. സോഷ്യൽ വർക്ക് റിസർച്ച് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് 6ാമത്തെ മൊഡ്യൂളാണ്. കൗൺസിലിംഗ് ഇൻ സോഷ്യൽ വർക്ക് പ്രാക്ടീസ് 7ാമത്തെ മൊഡ്യൂളാണ്. സോഷ്യൽ ലെജിസ്ലേഷൻ 8ാമത്തെ മൊഡ്യൂൾ. കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ ലെജിസ്ലേഷൻ 9ാമത്തെ മൊഡ്യൂൾ. 10ാമത്തെ മൊഡ്യൂൾ കറക്ഷണൽ സോഷ്യൽ വർക്ക്. കുറേയൊക്കെ മൊഡ്യൂൾ വൈസ് പേരും ഒക്കെ കാര്യങ്ങളും ഡീറ്റെയിൽസും ടോപ്പിക്കും ഒക്കെ സെയിം ആയിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് അതിനനുസരിച്ച് അഡാപ്റ്റ് ആവേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരത്തിൽ ഐ+ അതിൻ്റെ വെൽഫെയർ ഓഫീസർ ഗ്രേഡ് 2-ന്റെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നോക്കാം. ഈ എക്സാം വളരെ പ്രധാനപ്പെട്ട ഒരു എക്സാമാണ്. കൃത്യമായിട്ട് ഇതിനെ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നവരെ സംബന്ധിച്ച് വളരെ മികച്ചൊരു അവസരമാണ്. കൃത്യമായിട്ട് കൺഫർമേഷൻ ഓൺ ടൈമിൽ സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കോഴ്സുമായി ബന്ധപ്പെട്ട മറ്റു പൂർണ്ണ വിവരങ്ങൾക്കായിട്ട് നമ്മുടെ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുകയോ കോൺടാക്ട് നമ്പർ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.